Welcome to my channel MB4 Multimaker. Today we are going to discuss ISM Technologies Limited financial analysis growth report ആണ്. BSE code വരുന്നത് 2564333. Disclaimer. This presentation is education and information purpose only. It does not constitute financial investment or legal advice. The analysis based on publicly available historical data. Investment in stock market are subject to market risk. Please consult your SEBI registered investment advisor before making any investment decisions. എക്സിക്യൂട്ടീവ് സമ്മറി നമ്മൾ കീ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുകയാണെങ്കിൽ കമ്പനി മിഡ് ക്യാപ് കമ്പനിയാണ്. 5268 കോടിയാണ് മാർക്കറ്റ് ക്യാപ്. കറണ്ട് CMP വരുന്നത് 3612 ആണ്. സ്റ്റോക്ക് PE 95.1x. സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത് 95.1x റേഷ്യോയിലാണ്, ഹൈ PEയിലാണ്. ROCE 19.3%. ഈ സ്റ്റോക്ക് ISM ടെക്നോളജി ലിമിറ്റഡ് വരുന്നത് IT സോഫ്റ്റ്വെയർ ആൻഡ് എഞ്ചിനീയറിംഗ് സർവീസ് ആണ്. നമ്മൾ ലാസ്റ്റ് വീഡിയോസ് എല്ലാം ഡിസ്കസ് ചെയ്ത സെമി കണ്ടക്ടർ റിലേറ്റഡ് സ്റ്റോക്സ് ആണ്. ഈ ISM ടെക്നോളജീസ് സെമി കണ്ടക്ടറായിട്ട് ഡയറക്റ്റ് അല്ലെങ്കിലും ഇൻഡയറക്ട്ലി അതിന് കണക്ഷൻ ഉള്ളതുകൊണ്ടാണ് ഈ സ്റ്റോക്ക് നമ്മൾ ഈ ഒരു ഇപ്പോഴത്തെ വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. നമ്മൾ ഗ്രോത്ത് 5 year CAGR എടുക്കുകയാണെങ്കിൽ സെയിൽസ് 25.7%, പ്രോഫിറ്റ് 105%. 5 year CAGR നോക്കുക, സെയിൽസ് വരുന്നത് 25.7% CAGR ഗ്രോ ചെയ്തിട്ടുണ്ട്. സെയിൽസ് വളരെ മികച്ച സെയിൽസ് ഗ്രോത്ത് ആണ് CAGR. പ്രോഫിറ്റ് ഗ്രോത്ത് ഗംഭീരമായ പ്രോഫിറ്റ് ഗ്രോത്ത് ആണ് കമ്പനിക്ക് ഉണ്ടായിട്ടുള്ളത്. 105% CAGR ആണ്. ജസ്റ്റ് 105% 5 വർഷം കൊണ്ട് ഗ്രോ ചെയ്യല്ല ചെയ്തത്. CAGR പെർസെൻറ്റേജ് 5%. ഇയർ ഓൺ ഇയർ ഗ്രോത്ത് പ്രോഫിറ്റ് എടുക്കുമ്പോൾ 105% ആവറേജ് ഉണ്ടെന്നാണ് ഇത് പറയുന്നത്. വളരെ മികച്ച പ്രോഫിറ്റ് ഗ്രോത്ത് ആണ് കമ്പനിക്കുള്ളത്. അതുകൊണ്ട് തന്നെ സ്റ്റോക്ക് ഹയർ വാല്യുവേഷനിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഹു ഈസ് ISM? ISM എന്താണ് ചെയ്യുന്നത്? ISM ടെക്നോളജീസ് ലിമിറ്റഡ് 1992 കമ്പനി എസ്റ്റാബ്ലിഷ് ചെയ്തത്. പയനിയർ ഇൻ എഞ്ചിനീയറിംഗ് സർവീസ് ആൻഡ് പ്രൊഡക്റ്റ് R&D. എഞ്ചിനീയറിംഗ് സർവീസും അതുപോലെ പ്രൊഡക്റ്റിൻ്റെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിൽ ആണ് കമ്പനിയുടെ സർവീസ് വരുന്നത്. ദി കമ്പനി പ്രൊവൈഡ്സ് കൺസൾട്ടിംഗ് ആൻഡ് പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ് സർവീസ് വിത്ത് ഗ്ലോബൽ ഡെലിവറി മോഡൽ. ഗ്ലോബലായിട്ടുള്ള എന്താ പറയുക, ഈ ഒരു 3 സെഗ്മെന്റിലാണ് പ്രധാനമായിട്ട് വരുന്നത്. ER&D, എഞ്ചിനീയറിംഗ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്, ഡിസൈൻ ലെഡ് മാനുഫാക്ചറിംഗ്, DLM എന്നുള്ള ഷോർട്ട് ഫോമിൽ അറിയപ്പെടുന്നു. ODC എന്ന് പറയുന്ന ഓഫ് ഷോർ ഡെവലപ്മെന്റ് സെന്റേഴ്സ്. ഈ 3 മേഖലകളിലാണ് ISM ബിസിനസ് സർവീസ് കൊടുക്കുന്നത്. പുതിയ ബിസിനസ് വെർട്ടിക്കൽസ് ആയിട്ട് വരുന്നത് നമ്മൾ എന്തുകൊണ്ടാണ് ഈ സ്റ്റോക്ക് ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ സെമി കണ്ടക്ടറുടെ സ്റ്റോക്കുകളാണ് നമ്മൾ സീരീസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് സ്റ്റെപ്പ് ഇൻ ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണ് ISM ടെക്നോളജി. ISM സെമി കണ്ടക്ടറിൽ എന്താണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നേരിട്ട് ഡിസൈനോ മാനുഫാക്ചറിങ് ഒസാറ്റ് മേഖലയിലോ അങ്ങനെയുള്ള ഇതല്ല ചെയ്യുന്നത്. പകരം സെമി കണ്ടക്ടറിൽ എക്യുപ്മെന്റ് മാനുഫാക്ചറിങ് സപ്പോർട്ടാണ് കൊടുക്കുന്നത്. സെമി കണ്ടക്ടറിന് വേണ്ട എക്യുപ്മെന്റുകളുടെ മാനുഫാക്ചറിങ് ആ ഒരു രീതിയിലുള്ള സപ്പോർട്ട്. പിന്നെ വേഫർ ഫാബ് ഓട്ടോമേഷൻ. വേഫർ ഫാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സെമി കണ്ടക്ടർ ആക്ച്വൽ സെമി കണ്ടക്ടർ എന്താണോ അതിനാണ് വേഫർ ഫാബ് എന്ന് അറിയപ്പെടുക. അപ്പോൾ അതിൻ്റെ ഓട്ടോമേഷനും പിന്നെ ഈൽഡ് മാനേജ്മെന്റ് സിസ്റ്റം. അപ്പോൾ സെമി കണ്ടക്ടറായിട്ട് നമുക്ക് നേരിട്ട് തന്നെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖല തന്നെയാണ് ISM ഇപ്പോൾ സ്റ്റെപ്പ് ഇൻ ചെയ്തിട്ടുള്ളത്. പിന്നെ അത് കൂടാതെ ഉള്ളൊരു ബിസിനസ് വെർട്ടിക്കൽ വരുന്നത് ഓട്ടോമേറ്റീവാണ്. EV ഡിസൈൻ. പുതിയതായിട്ട് നമുക്കറിയാം EV കാറുകളും ബാക്കി എല്ലാ വെഹിക്കിൾസും പുതിയ ഒരു ഹൊറിസോണായിട്ട് വരുന്നത് EVയിലാണ്. അപ്പോൾ EV ഡിസൈൻ വരുന്നുണ്ട്, ഡിജിറ്റൽ ട്വിൻ ടെക്നോളജി വരുന്നുണ്ട്, ആൻഡ് എംബഡഡ് സിസ്റ്റം ഫോർ നെക്സ്റ്റ് ജെൻ വെഹിക്കിൾസ്. പുതിയ ജനറേഷന് വേണ്ട പുതിയ അപ്ഡേഷനും കാര്യങ്ങളും സിസ്റ്റംസ് ഒക്കെ അപ്ഡേറ്റ് ചെയ്യുന്നതിൽ ഇവർ മുൻഗണനയിൽ നിൽക്കുന്ന ഒരു കമ്പനിയാണ്. ഹൈടെക് ആൻഡ് മെഡിക്കൽ റോബോട്ടിക്കലി വരുന്നുണ്ട്. മെഡിക്കൽ ഡിവൈസ് എഞ്ചിനീയറിംഗ്, മെഡിക്കലിന് വേണ്ട പുതിയ എഞ്ചിനീയറിംഗ് ഡിവൈസ് മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. പിന്നെ കൺസ്യൂമർ ഇലക്ട്രോണിക്സ് പ്രൊഡക്റ്റിൻ്റെ R&D ഇവർ ചെയ്യുന്നുണ്ട്. ഈ ഒരു 3 മേഖലകളിലും പുതിയ വെർട്ടിക്കലിൽ അവർ സ്റ്റെപ്പ് ഇൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഗ്ലോബൽ പ്രസൻസ് നോക്കുകയാണെങ്കിൽ ISM എസ്റ്റാബ്ലിഷ്ഡ് റോബസ്റ്റ് ഇന്റർനാഷണൽ ഫുഡ് പ്രിന്റ് ടു സെർവ് ഗ്ലോബൽ ക്ലയൻസ് എഫക്റ്റീവ്ലി. അതെങ്ങനെ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ US ആൻഡ് കാനഡ കീ മാർക്കറ്റ് ഫോർ ടെക് R&D. US വന്നിട്ട് അവർ കാലിഫോർണിയയിലെ സാന്റാ ക്ലാര എന്ന് പറയുന്ന സ്ഥലത്ത് ISM ഡിജിറ്റൽ ടെക്നോളജീസ് INC എന്ന് പറയുന്ന ഒരു അവരുടെ തന്നെ
ഒരു ഓഫീസ് അവർ സ്റ്റാർട്ട് അവർക്കുണ്ട്. അവർ അതുവഴിയാണ് അവരുടെ USA-ലുള്ള ഓപ്പറേഷൻസ് ചെയ്യുന്നത്. അതുകൂടാതെ HHV എന്ന് പറയുന്ന ഹിന്ദ് ഹൈ വേക്കം എന്ന് പറയുന്ന ഇന്ത്യയിൽ തന്നെയുള്ള ഒരു കമ്പനി, അവർക്ക് അവിടെ US-ൽ പ്രസൻസ് ഉണ്ട്. അവരായിട്ടുള്ള അവർ ചെയ്യുന്ന HHV ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ മാനുഫാക്ചറിങ് സെമി കണ്ടക്ടർ പ്രൊഡക്ട്സ് ആണ്. അവർക്ക് ഇവർ നോർത്ത് അമേരിക്കൻ കൺട്രീസിലുള്ള R&D അതുപോലെ മാനുഫാക്ചറിങ് ഫെസിലിറ്റി ആയിട്ട് HHVക്ക് എന്താ പറയുക അക്യുമുലേഷനും സർവീസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ ആ HHV-യിൽ ഈ ASM ടെക്നോളജിയുടെ അക്യുമുലേറ്റ് ചെയ്തിട്ടുണ്ട്, ഷെയർ അക്യുമുലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുവഴി നമുക്ക് ഇൻഡയറക്റ്റ്ലി അവർക്കുള്ള സർവീസ് US-ൽ കൊടുക്കാൻ പറ്റും. പിന്നെ UK ആൻഡ് യൂറോപ്പിൽ വരുന്ന UK-യിൽ അവർ സെംകോൺ എന്ന് പറയുന്ന ഒരു സ്വീഡിഷ് കമ്പനി അവർ അക്വിസിഷൻ ചെയ്തിട്ടുണ്ട്. അതുവഴി യൂറോപ്യൻ കൺട്രീസിൽ ഉള്ള സർവീസ് അവർ കൊടുക്കുന്നുണ്ട്. ഏഷ്യ പസഫിക് റീജിയനിൽ സിംഗപ്പൂർ, ജപ്പാൻ ആൻഡ് ഇന്ത്യ ഈ 3 ഏരിയയിലും അവർ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സ്ട്രാറ്റജിക് പിവോട്ട് DLM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി നമ്മൾ പറഞ്ഞു, ഡിസൈൻ ലെഡ് മാനുഫാക്ചറിങ്, ഡിസൈൻ തൊട്ടിട്ട് മാനുഫാക്ചറിങ് വരെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് മൂവിങ് ബിയോണ്ട് സർവീസസ്. നമ്മളൊരു ചെറിയൊരു സർവീസ് കമ്പനി മാത്രമേ, ASM ജസ്റ്റ് സർവീസ് കമ്പനി അല്ല, ടു ഓണിങ് ദി പ്രൊഡക്ട്സ് ലൈഫ് സൈക്കിൾ. അപ്പോൾ ഈ പ്രൊഡക്റ്റിൻ്റെ എല്ലാ മേഖലകളിലും ഡിസൈൻ തൊട്ടിട്ട് ഫൈനൽ പ്രൊഡക്റ്റ് വരെയുള്ള എല്ലാ കാര്യങ്ങളും ASM ചെയ്യുന്നുണ്ട്. അതാണ് ഈ മൂവിങ് ബിയോണ്ട് സർവീസ് ടു ഓണിങ് ദി പ്രൊഡക്റ്റ് സൈക്കിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടാഗ് ലൈൻ അവർ കൊടുത്തിട്ടുള്ളത്. DLM ഈസ് എ ഹൈ മാർജിൻ ഗെയിം. ഇതാണ് ഹൈ മാർജിൻ കിട്ടുന്ന ഒരു ബിസിനസ്സാണ് അവർ ചെയ്യുന്നത്. വേറെ ASM ടെക്സ് ഓണർഷിപ്പ് ഫ്രം ദി ഡിസൈൻ ഫേസ് ടു ഫൈനൽ മാനുഫാക്ചർ. ഫൈനൽ ഡിസൈൻ തൊട്ടിട്ട് ഫൈനൽ മാനുഫാക്ചറിങ്ങുള്ള എല്ലാ കാര്യങ്ങളും ASM ചെയ്യുന്നുണ്ട്. ദീസ് അലൈൻ പെർഫെക്റ്റ്ലി വിത്ത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യാസ് മേക്ക് ഇൻ ഇന്ത്യ പോളിസി. മേക്ക് ഇൻ ഇന്ത്യ പോളിസിയിൽ ഇത് ഭാഗമാണ്. അതുകൊണ്ട് തന്നെ PLI സ്കീം ഫോർ ഇലക്ട്രോണിക്സിന് ഇവർക്ക് PLM സ്കീമിന്റെ ബെനിഫിഷ്യറീസും കൂടിയാണ് ASM ടെക്നോളജീസ്. വാല്യൂ അഡീഷൻ വരെ ഹൈ മാർജിൻ ദാൻ പ്യുവർ IT സർവീസിനേക്കാളും ഹൈ മാർജിൻസ് ആണ് ഈ ഒരു മേഖലയിൽ അവർക്ക് ഡിസൈൻ തൊട്ടിട്ട് ഫൈനൽ മാനുഫാക്ചറിങ് ചെയ്യുന്നതുകൊണ്ട് കിട്ടുന്നത്. പിന്നെ മേജർ ഇൻവെസ്റ്റ്മെന്റ്, ASM അഗ്രസീവ്ലി എക്സ്പാൻഡിങ് കപ്പാസിറ്റി ടു മീറ്റ് ഫ്യൂച്ചർ ഡിമാൻഡ്. ASMന്റെ ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് ഞാൻ കണ്ടിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ ഫ്യൂച്ചർ ഡിമാൻഡ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരിപ്പോഴേ അതിൻ്റെ എന്താ പറയുക വർക്ക് തുടങ്ങിയിട്ടുണ്ട്. 760 crores ക്യുമുലേറ്റീവ് പ്ലാൻഡ് ഇൻവെസ്റ്റ്മെന്റ് MOU, മെമ്മർ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് കർണാടക തമിഴ്നാട് ഗവൺമെന്റ് ആയിട്ട് അവരുണ്ടാക്കിയിട്ടുണ്ട്. 510 കോടി കർണാടകയിലെ ദബാസ്പേട്ട് ഒരു ഫെസിലിറ്റി സെറ്റപ്പ് ചെയ്യാനും, തമിഴ്നാട്ടിൽ പെരുമ്പാത്തൂർ ചെന്നൈക്ക് അടുത്തുള്ള ഒരു സ്ഥലത്ത് 250 കോടിയുടെ ഒരു ഫെസിലിറ്റി അവർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫ്യൂച്ചർ ഡിമാൻഡ് മീറ്റ് ചെയ്യാൻ വേണ്ട കാര്യങ്ങൾ അവരിപ്പോഴേ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. ഫോക്കസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെമി കണ്ടക്ടർ എക്യുപ്മെന്റ് ആൻഡ് ഇലക്ട്രോണിക് മാനുഫാക്ചറിംഗ് ആണ്. ഫ്യൂച്ചറിൽ സെമി കണ്ടക്ടറിന് വരുന്ന ഡിമാൻഡുകൾ, അതിന് വേണ്ട എക്യുപ്മെൻറ്റ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ട ഫെസിലിറ്റീസ് ആണ് അവർ ചെയ്യുന്നത്, ഫാക്ടറീസ് ആണ് അവർ ഇപ്പോൾ സെറ്റപ്പ് ചെയ്യുന്നത്. അപ്പോൾ സ്ട്രാറ്റജിക് അക്വിസിഷൻസ് ഓൾറെഡി നമ്മൾ പറഞ്ഞു. സെംകോൺ എഞ്ചിനീയറിംഗ് UK, അവർ സ്വീഡിഷ് കമ്പനിയാണ്. അക്വയർഡ് 100% സ്റ്റേക്ക്, പ്രൊവൈഡ്സ് ആക്സസ് ടു ഗ്ലോബൽ കസ്റ്റമേഴ്സ് ഇൻ UK ആൻഡ് യൂറോപ്പ് ഫോർ എഞ്ചിനീയറിംഗ് ആൻഡ് ഡിജിറ്റൽ സർവീസ്. ഇവർ വഴി നമുക്ക് UK-യിലും യൂറോപ്പിലുള്ള സർവീസുകൾ അവർ 100% സ്റ്റേക്ക് അക്യുമുലേറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർ വഴിയാണ് അവർ UK ആൻഡ് യൂറോപ്പിലുള്ള സർവീസ് കൊടുക്കുന്നത്. RV Firms and Gears ഓൾറെഡി 70% സ്റ്റേക്ക് അവർ ടേക്ക് ഓവർ ചെയ്തിരുന്നു. അക്വേർഡ് റിമൈനിങ് 30% സ്റ്റേക്ക് റീസെന്റ് പാസ്റ്റ്. അപ്പോൾ ഇപ്പോൾ 30% കൂടി ഏറ്റെടുത്തോടുകൂടി 100% RV Firms ഗിയേഴ്സിൽ അവരുടെ അക്വിസിഷൻ കഴിഞ്ഞിട്ടുണ്ട്. ലൈഡിംഗ് ഫിക്ചർ builder for offering Smart Fix 4.0 crucial industry 4.0 solutions. എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്മാർട്ട് ഫിക്സ് 4.0 എന്ന് പറയുന്നത് ഒരു ഇൻഡസ്ട്രി 4.0 സൊല്യൂഷൻസ് ആണ്. അത് എന്താണെന്ന് വെച്ചാൽ സ്മാർട്ട് ഫിക്സ് ഒരു പ്രിസിഷൻ വർക്ക് ഹോൾഡിംഗ് ഡിവൈസ് ആണ്. അത് ഏതൊക്കെ IT മേഖലയിൽ ഡാറ്റ അനലിറ്റിക്സ്, അതുപോലെ തന്നെ AI ആൻഡ് മെഷീൻ ലേണിംഗ്, ഈ മേഖലയിലാണ് IT, അതുപോലെ തന്നെ ഡാറ്റ അനലിറ്റിക്സ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, മെഷീൻ ലേണിംഗ്, ഈ 4 മേഖലയിലും ഏറ്റവും അഡ്വാൻറ്റേജ് ആയിട്ടുള്ള പ്രിസിഷൻ ആയിട്ടുള്ള പുതിയ ഡിവൈസാണ് അത്. അതിൻ്റെ ഒരു സ്മാർട്ട് ഫിക്സ് 4.0 എന്നാണ് അതിൻ്റെ ഒരു പേര് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടുള്ള കമ്പനികളുടെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് കോസ്റ്റ് റെഡ്യൂസ് ചെയ്യും, എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യും. അതായത് ചെയ്യുന്ന ജോലിയുടെ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യും, അതുപോലെ തന്നെ ഇംപ്രൂവ് ക്വാളിറ്റി, ചെയ്യുന്ന ജോലിയുടെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യും. ഈ പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ നമുക്കൊരു സർവീസിൽ വേണ്ടത് എന്താണോ ആ 3 കാര്യങ്ങൾ ഇവിടെ ചെയ്യുന്നുണ്ട്. ഒന്ന്, എഫിഷ്യൻസി, നല്ല രീതിയിലുള്ള എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്, മീൻ ടൈം കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കമ്പനിയുടെ
ജോലി എളുപ്പത്തിലും വേഗത്തിലും ആക്കുക. ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്നതുകൊണ്ട് പുതിയ സർവീസുകൾ കിട്ടാൻ സാധ്യതയുണ്ട്. കോസ്റ്റ് കുറയ്ക്കുന്നതോടുകൂടി പ്രോഫിറ്റ് കൂടാനും സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു മേഖലയിൽ സ്മാർട്ട് ഫിക്സ് 4.0 ഇവർക്ക് പുതിയൊരു ഓപ്പർച്യൂണിറ്റി തുറന്നു കൊടുക്കുന്നുണ്ട്. അപ്പോൾ 10 ഇയർ റവന്യൂ നോക്കുകയാണെങ്കിൽ 2016 63 കോടിയായിരുന്നത് 2025 അവസാനിക്കുമ്പോൾ 283 കോടിയായിട്ടുണ്ട്. സെയിൽസ് ഗ്രോത്ത് എന്ന് പറയുന്നത് 358.73, അതായത് 359% 10 ഇയർ സെയിൽസ് ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. CAGR ആണ് 10 ഇയർ CAGR എടുക്കുകയാണെങ്കിൽ 18.44%. പക്ഷേ നമ്മളൊരു 5 ഇയർ CAGR ആണ് എടുക്കുന്നതെങ്കിൽ കമ്പനി 25%-ന്റെ മുകളിൽ സെയിൽസ് ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. പ്രോഫിറ്റ് ഗ്രോത്ത് 105% ആണ് CAGR. നമ്മൾ ഫസ്റ്റ് സ്ലൈഡിൽ നമ്മൾ കണ്ടു. നെറ്റ് പ്രോഫിറ്റ് എടുക്കുകയാണെങ്കിൽ 6 കോടി 2016 6 കോടി ഉണ്ടായിരുന്നത് ഇപ്പോൾ 26.2 കോടിയാണ്. ഇൻ ബിറ്റ്വീൻ ചെറിയ നെഗറ്റീവ്സ് വന്നിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണെന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. പ്രോഫിറ്റബിലിറ്റി അനാലിസിസ്, OPM ഓപ്പറേഷണൽ പ്രോഫിറ്റ് മാർജിൻ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് ഇൻക്രീസ് ആയിട്ടുണ്ട്. 24.4 എന്ന് പറയുന്നത് വളരെ മികച്ചൊരു പ്രോഫിറ്റ് മാർജിൻ ആണ്. 15% എബവ് തന്നെ നല്ല മികച്ച പ്രോഫിറ്റ് മാർജിൻ ആണ്. അത് 25 പറയുമ്പോൾ നമുക്ക് വളരെ മികച്ചൊരു പ്രോഫിറ്റ് മാർജിനായിട്ട് കണക്കാക്കാൻ പറ്റും. 2025 മാസീവ് ഇംപ്രൂവ്മെന്റ് ഇൻ മാർജിൻ ഡ്യൂ ടു ബെറ്റർ അബ്സോർപ്ഷൻ ഓഫ് ഫിക്സഡ് അസറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അസറ്റ്സുകൾ നല്ല രീതിയിൽ മാനേജ് ചെയ്തു എന്നുള്ള, അല്ലെങ്കിൽ യൂട്ടിലൈസ് ചെയ്തു എന്നുള്ളതിന് അതിൻ്റെ ഭാഗമായിട്ടാണ്. 5 ഇയർ പ്രോഫിറ്റ് CAGR 5 വർഷത്തെ പ്രോഫിറ്റ് CAGR 89% ആണ്. എന്ന് പറഞ്ഞാൽ എക്സെപ്ഷണൽ പ്രോഫിറ്റ് ഗ്രോത്ത് ആണ്. ലാസ്റ്റ് ഒരു 5 വർഷത്തെ എടുക്കുകയാണെങ്കിൽ അത് ലെഡ് ചെയ്തിട്ടുള്ള അത് വന്നിട്ടുള്ള പ്രധാന അത് കൊണ്ടുവരാനായിട്ടുള്ള പ്രധാന കാരണം DLM എന്ന് പറയുന്ന ഡിസൈൻ ലെഡ് മാനുഫാക്ചറിംഗ് എന്ന് പറയുന്ന ആ ഒരു മേഖലയിൽ നിന്നാണ് കൂടുതലായിട്ട് ഈ ഒരു സപ്പോർട്ട് ചെയ്തിട്ടുള്ള ബിസിനസ് വന്നിട്ടുള്ളത്. ഈ കോസ്റ്റ് എങ്ങനെയാണ് 2025 കമ്പനി ചിലവാക്കിയിട്ടുള്ളത്? എംപ്ലോയി കോസ്റ്റ് 53%, മെറ്റീരിയൽ കോസ്റ്റ് 26%, അതർ എക്സ്പെൻസസ് 13%, ഡിപ്രീഷിയേഷൻ ആൻഡ് ഇൻട്രസ്റ്റ്, അത് എന്താ പറയുക, അസറ്റ്സിന് ഉണ്ടാകുന്ന ഡിപ്രീഷിയേഷനും നമ്മൾ കൊടുക്കേണ്ട ഇൻട്രസ്റ്റ് റേറ്റ്, നമ്മൾ കടം വില എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് കൊടുക്കേണ്ട ഇൻട്രസ്റ്റ് റേറ്റ് ഉൾപ്പെടെ 8%. ഇങ്ങനെയാണ് എക്സ്പെൻസ് വന്നിട്ടുള്ളത്. ബാലൻസ് ഷീറ്റ് ഹെൽത്ത് നോക്കുകയാണെങ്കിൽ 3 വർഷം 2021 5 വർഷം കൊണ്ട്, ഓൾമോസ്റ്റ് 4-5 വർഷം കൊണ്ട് റിസർവ്സ് 3 ഇരട്ടി ആയിട്ടുണ്ട്. 3x ആയി 153 കോടിയായിട്ട് വരുന്നിട്ടുണ്ട്. അസറ്റ്സ് ഡബിൾ ആയിട്ടുണ്ട്. 5 വർഷം കൊണ്ട് അസറ്റ്സ് 287 കോടിയായിട്ട് ഡബിൾ ആയിട്ടുണ്ട്. നെറ്റ് ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണോ ഡിപ്രീഷിയേഷനും നമുക്ക് കടങ്ങളെല്ലാം കഴിഞ്ഞിട്ട് നെറ്റ് എന്ത് അസറ്റാണ് കമ്പനിക്കുള്ളത്, അതിനാണ് ഫിക്സഡ് അസറ്റ് ഉള്ളത്, അതിനെയാണ് നമ്മൾ നെറ്റ് ബ്ലോക്ക് എന്ന് അറിയപ്പെടുന്നത്. അത് കമ്പനിക്ക് എല്ലാം കഴിഞ്ഞ് 75 കോടി ഉണ്ട്. അപ്പോൾ ബാലൻസ് ഷീറ്റ് ഇതിൽ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവുന്ന വേറൊരു കാര്യം, കമ്പനി റിഫ്ലെക്സ് കമ്പനി ട്രാൻസിഷൻ ഫ്രം അസറ്റ് ലൈറ്റ് സർവീസ് മോഡൽ ടു അസറ്റ് ഹെവി സർവീസ് മാനുഫാക്ചറിംഗ് മോഡലിലേക്ക് മാറിയിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കമ്പനി ഓൾറെഡി പ്രീവിയസ് ആയിട്ടുണ്ടായിരുന്നത് അസറ്റ് ലൈറ്റ് മോഡലായിരുന്നു, സർവീസ് മോഡലായിരുന്നു കമ്പനി ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ റീസെൻറ്റ് പാസ്റ്റിൽ നമ്മളിപ്പോൾ തമിഴ്നാട്ടിലെയും ബാക്കി അക്വിസിഷൻസും ചെന്നൈയിലുള്ള മാനുഫാക്ചറിംഗ് ഫാക്ടറികൾ സെറ്റപ്പ് ചെയ്യുന്നതും ബാക്കിയുള്ള കമ്പനികളായിട്ടുള്ള ടൈപ്പും അക്വിസിഷനൊക്കെ നമ്മൾ കണ്ടു. അത് വെച്ചിട്ട് നമ്മൾ അസറ്റ് ലൈറ്റ് മോഡലിൽ നിന്ന് മാറിയിട്ട് അസറ്റ് ഹെവി മാനുഫാക്ചറിംഗ് മോഡലിലേക്ക് മാറിയിട്ടുണ്ട്. പക്ഷേ അത് നമുക്ക് ഫ്യൂച്ചർ ഹൊറിസോണിൽ നല്ല രീതിയിൽ പ്രോഫിറ്റ് അല്ലെങ്കിൽ ബിസിനസ് കിട്ടാൻ സാധ്യതയുള്ള മേഖലകളിലാണ് അവർ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതൊരു തെറ്റായുള്ള കാര്യമില്ല. അസറ്റ് ലൈറ്റ് മോഡലിനെ അപേക്ഷിച്ചിട്ട് ഒരു തെറ്റായ കാര്യം എന്ന് വിചാരിക്കാൻ പറ്റില്ല. പക്ഷേ നമുക്ക് ഫ്യൂച്ചറിൽ ബിസിനസ്സും കാര്യങ്ങളും എല്ലാം വരാൻ സാധ്യതയുള്ള ഒരു മേഖലയിലെ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ അസറ്റ് ഹെവി മാനുഫാക്ചറിംഗ് എന്നുള്ളൊരു നെഗറ്റീവ് സെൻസിൽ എടുക്കേണ്ട കാര്യമില്ല. ഡെപ്റ്റ് പ്രൊഫൈൽ 2021 35 കോടിയായിരുന്നു, 2023 74, ലാസ്റ്റ് ഇയറിൽ 86 കോടിയാണ്. പക്ഷേ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ നോക്കുകയാണെങ്കിൽ 0.18% ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കുമ്പോൾ നമുക്ക് വളരെ മിനിമലായിട്ടുള്ള ലോ ലിവറേജ് ആണ്. അധികം കമ്പനിക്ക് അങ്ങനെ കാര്യമായിട്ടുള്ള ഡെപ്റ്റ് ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. കാരണം കമ്പനിക്ക് പ്രൈമറിലി ഫണ്ടഡ് ത്രൂ ഇക്വിറ്റി, നമ്മൾ IPO വഴി കമ്പനിക്ക് വേണ്ട ഫണ്ട് കണ്ടെത്തിയിട്ടുണ്ട്. അതുകൂടാതെ ഇന്റേണൽ അക്വറൽസ്, ഈ ഇന്റേണൽ വഴി അവർ കമ്പനിയുടെ ഉള്ളിൽ നിന്ന് തന്നെ വേറെ പ്ലഡ്ജോ കാര്യങ്ങളോ ചെയ്യാതെ അവിടെ നിന്ന് തന്നെ അവർ ഫണ്ട് റൈസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മിനിമൽ റിസ്ക് ആണുള്ളത്. ഇൻട്രസ്റ്റ് വഴിയോ ബാക്കിയുള്ള വഴിയുള്ള ബർഡൻസ് കമ്പനിക്ക് കുറവാണ്. ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേഷൻസ്
CFO. ക്യാഷ് ഫ്രം ഓപ്പറേഷൻസ് എന്ന് പറയുമ്പോൾ 2014 നെഗറ്റീവായിരുന്നു. പിന്നെ ഇൻ ബിറ്റ്വീൻ നമുക്ക് പോസിറ്റീവ് ക്യാഷ് ഫ്ലോ അല്ലെങ്കിൽ സീറോ ആയിട്ടുള്ള ഇതായിരുന്നു. പക്ഷേ 2025 -23 ആണ്. പക്ഷേ ആ ഒരു നെഗറ്റീവ് ക്യാഷ് ഫ്ലോ വന്നിട്ടുള്ളത് എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ എക്സ്പാൻഷൻ്റെ ഭാഗമായിട്ട് ഹൈ ക്യാപിറ്റൽ നീഡ്സ് കമ്പനിക്ക് വന്നിട്ടുണ്ട്. അതായത് ന്യൂ മാനുഫാക്ചറിങ് പ്രോജക്റ്റ് ഇവിടെ നമ്മൾ പറഞ്ഞ ആ പ്രോജക്റ്റിന് വേണ്ടിയിട്ടുള്ള ക്യാഷ് നീഡ് ആയതുകൊണ്ടാണ് നെഗറ്റീവിലേക്ക് പോയിട്ടുള്ളത്. അതൊരു ഒരു നെഗറ്റീവ് സെൻസിൽ എടുക്കേണ്ട, കറൻ്റ്ലി നെഗറ്റീവ് സെൻസിൽ എടുക്കേണ്ട ഒരു കാര്യമല്ല. പക്ഷേ നമ്മൾ കൺസേൺ ആയിട്ട് വരുന്ന 2-3 കാര്യങ്ങളുണ്ട്. അതിൽ പ്രധാനമായിട്ട് ഇതിൽ ഈ റിസീവബിൾസിൻ്റെ ഡേറ്റ്സ് കൂടിയിട്ടുണ്ട്. റിസീവബിൾസ് കമ്പനിക്ക് ഡെപ്റ്റർ ഡേയ്സ് കൂടിയിട്ടുണ്ട്. അതുപോലെ തന്നെ റിസീവബിൾസും കൂടിയിട്ടുണ്ട്. റിസീവബിൾസ് 2024 51 കോടി ഉണ്ടായിരുന്നത് 129 കോടിയായിട്ട് റിസീവബിൾസ് ഉണ്ടായിട്ടുണ്ട്. അത് കളക്ഷനെ, അത് ഓപ്പറേഷൻ്റെ ഭാഗമായിട്ടുള്ള ചെറിയൊരു നെഗറ്റീവ് ആയിട്ട് തന്നെ നമുക്ക് എടുക്കേണ്ടി വരും. കമ്പനീനെ സംബന്ധിച്ച് അതൊരു നെഗറ്റീവ് കാര്യമാണ്. 51 കോടി ഉണ്ടായിരുന്ന 2024 റിസീവബിൾസ് 129 കോടിയായിട്ട് ഇരട്ടി കൂടുതൽ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. അത് ഒരു നെഗറ്റീവ് കാര്യമാണ്. പിന്നെ ഡെപ്റ്റർ ഡേയ്സും കൂടിയിട്ടുണ്ട്. ഡെപ്റ്റർ ഡേയ്സ് 2024 94 ദിവസമായിരുന്നു ഡെപ്റ്റർ ഡേയ്സ്. അത് ഓൾമോസ്റ്റ് 163 ഡേയ്സ് ആയിട്ട് കൂടിയിട്ടുണ്ട്. അതും നെഗറ്റീവാണ്. റിസീവബിൾസും കൂടിയിട്ടുണ്ട്, ഡെപ്റ്റർ ഡേയ്സും കൂടിയിട്ടെന്ന് പറയുമ്പോൾ ഓപ്പറേഷനിൽ ചെറിയൊരു നെഗറ്റീവ് സിനാരിയോ ആണ്. അതുകൊണ്ട് തന്നെ സ്റ്റോക്ക് 4596 ഹൈ ക്രിയേറ്റ് ചെയ്തിരുന്നു. ലോ 1053 ആയിരുന്നു. 4.3x റിട്ടേണും തന്നിട്ടുണ്ട്. സ്റ്റിൽ മാർക്കറ്റിലെ കറക്ഷൻസ് വരാനായിട്ട് ഇതൊക്കെ ഒരു കാരണമാണ്. വാല്യുവേഷൻ നോക്കുകയാണെങ്കിൽ വാല്യുവേഷനിൽ നമ്മൾ 95.1%, സ്റ്റോക്ക് പി 95.1% ആണ്. ഇൻഡസ്ട്രി പി വരുന്നത് വെറും 25.1 ആണ്. ഓൾമോസ്റ്റ് 4x 4 ഇരട്ടി വാല്യുവേഷനിലാണ് ഇൻഡസ്ട്രി പി ആയിട്ട് വെച്ച് നോക്കുമ്പോൾ കമ്പനി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ PG റേഷ്യോ നമുക്ക് 2 വരെയൊക്കെ ആണെങ്കിൽ 2 വരെയും ഹൈ ആണ്. സ്റ്റിൽ 2 ആണെങ്കിലും ഈ ഒരു പെർഫോമൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഓക്കെ, എൻ്റെ കൺസെപ്റ്റിൽ ഓക്കെ ആയിരുന്നു. ബട്ട് 1 ആണ് ഗുഡ്. നമ്മൾ PG റേഷ്യോ 1 ആണ്. അതാണ് ഒരു വാല്യുവേഷൻ വൈസ് നമുക്ക് ഓക്കെ എന്ന് പറയാവുന്നത്. പൊതുവെ സജസ്റ്റ് ചെയ്യുന്നത് ഫണ്ടമെൻ്റലിസ്റ്റോ എല്ലാം അനലിസ്റ്റൊക്കെ പറയുന്നത് 1 ആണ്. 1 1ൽ താഴെയാണ് ബെറ്റർ എന്നാണ് പറയാറ്. ബട്ട് നല്ല പെർഫോമൻസ് ഉള്ള, നല്ല എന്താ പറയുക, റവന്യൂ ഗ്രോത്ത് ഉള്ള, പ്രോഫിറ്റ് ഗ്രോത്ത് ഉള്ള കമ്പനികൾ ചിലപ്പോൾ 2 വരെയൊക്കെ വരാനുണ്ട്. അതാണെങ്കിലും ഓക്കെ ആണ്. പക്ഷേ ഇത് അതിൽ കൂടുതലാണ്. 4.52 എന്ന് പറയുമ്പോൾ വളരെ ഹൈ PG റേഷ്യോ ആണ്. അതുകൊണ്ട് തന്നെ ഇത് ഹയർ വാല്യുവേഷൻ ആണ്. ഇപ്പോൾ പുതിയ എൻട്രി എങ്ങനെ എടുക്കുന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യാം. സ്റ്റോക്ക് പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ മൾട്ടി ബാഗർ പെർഫോമൻസ് ഡെലിവറി ചെയ്തിട്ടുണ്ട്. 1 ഇയറിൽ 154%. അതായത് 1 ലക്ഷം ഇട്ട ആൾക്കാർക്ക് ഒരു വർഷം കൊണ്ട് തന്നെ 2.5 ലാക്സ് ആയിട്ടുണ്ട്. 3 ഇയർ ഉള്ളവർക്ക് 1 ലാക്ക് എന്നുള്ളത് 3.5 ലാക്സ് ആയിട്ടുണ്ട്. 250% ഗ്രോത്ത് ഉണ്ട്. 52 വീക്ക് ലോ 1033 ആണ്. അതേസമയം 4596 ഹൈ മെയ്ഡ് ചെയ്തത്. അപ്പോൾ ഈ ഒരു റേഞ്ചിൽ തന്നെ വാങ്ങിച്ചിട്ടുള്ള ആളാണെങ്കിൽ ആൾക്ക് 4x റിട്ടേൺ കിട്ടിയിട്ടുണ്ടാവും. പക്ഷേ ഈ റേഞ്ചിൽ വാങ്ങിയും അതേ ഏറ്റവും ഹൈയിൽ തന്നെ വിൽക്കുക എന്നുള്ളത് സാധാരണഗതിയിൽ പോസിബിൾ അല്ല. സോട്ട് അനാലിസിസ് എന്താണ് സ്ട്രെങ്ത്, വീക്ക്നെസ് എല്ലാം നോക്കാം. ASM ടെക്നോളജിയുടെ സ്ട്രെങ്ത് നോക്കുകയാണെങ്കിൽ എസ്റ്റാബ്ലിഷ്ഡ് പ്ലെയറാണ്. 30 വർഷത്തിൽ കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള ഒരു കമ്പനിയാണ്. ഹൈ പ്രോഫിറ്റ് ഗ്രോത്ത് ആണ്. ലാസ്റ്റ് 5 വർഷത്തെ പ്രോഫിറ്റ് ഗ്രോത്ത് എടുക്കുകയാണെങ്കിൽ 105% ആണ്. അതായത് CAGR 105% എന്ന് പറഞ്ഞാൽ വളരെ വളരെ മികച്ചൊരു പെർഫോമൻസ് ആണ് കമ്പനി പ്രോഫിറ്റിൽ കാണിച്ചിട്ടുള്ളത്. സ്ട്രോങ് പ്രൊമോട്ടർ ഹോൾഡിംഗ് 58% പ്രോഫിറ്റ് ഗ്രോത്ത് ഉണ്ട്. പ്രൊമോട്ടർ ഹോൾഡിംഗ് ഉണ്ട്. വീക്ക്നെസ് നോക്കുകയാണെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ ഡേയ്സ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഒരു നെഗറ്റീവിലേക്ക് വർക്കിംഗ് ഡേ 164 ദിവസത്തും 163 ദിവസത്തേക്ക് ഇൻക്രീസ് ചെയ്ത് അതൊരു നെഗറ്റീവാണ്. നെഗറ്റീവ് ക്യാഷ് ഫ്ലോ 2025. നെഗറ്റീവ് ക്യാഷ് ഫ്ലോ ഒരു കറണ്ട് സിനാരിയോയിൽ അത്ര നെഗറ്റീവായിട്ട് പറയാനില്ല. കാരണം കമ്പനിയുടെ മാനുഫാക്ചറിങ് ഫെസിലിറ്റീസ് ഇമ്പ്രൂവ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ളൊരു ഇതാണ്. സ്റ്റിൽ അതൊരു നെഗറ്റീവാണ്. സ്മാൾ ബേസ് കമ്പയർഡ് ടു IT ജെയിൻസ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് വളരെ ചെറിയ ബേസ് ആണ് ഈ കമ്പനിക്കുള്ളത്. ഓപ്പർച്യൂണിറ്റീസ് ഉള്ളതെന്ന് പറഞ്ഞാൽ മേക്ക് ഇൻ ഇന്ത്യ സെമി കണ്ടക്ടർ പുഷിൽ PLI സ്കീമൊക്കെ കിട്ടുന്നതുകൊണ്ട് തന്നെ നല്ലൊരു, അതുപോലെ തന്നെ സെമി കണ്ടക്ടർ സെക്ടറിൽ ഇനീഷ്യൽ സ്റ്റെപ്പ് എടുത്തുകൊണ്ട് തന്നെ ഫ്യൂച്ചറിൽ ഈ ഒരു സെക്ടറിൽ ഉണ്ടാകുന്ന ഗ്രോത്ത് നമുക്ക് ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഈ ഒരു കമ്പനിക്കും കൂടി ഓപ്പർച്യൂണിറ്റി ആയിട്ട് കിട്ടാവുന്ന സാധ്യതയുണ്ട്. എക്സ്പാൻഷൻ DLM ഫെസിലിറ്റി എക്സ്പാൻഡ് ചെയ്യുന്നത് നമ്മൾ കണ്ടു. 2 പുതിയ ഫെസിലിറ്റീസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഗ്ലോബൽ EV ആൻഡ് ഓട്ടോടെക് ഡിമാൻഡ്, ഗ്ലോബൽ മാർക്കറ്റിൽ EV വെഹിക്കിൾസ് പുതിയ ടെക്നോളജിയൊക്കെ ഡിമാൻഡ് വരുമ്പോൾ അതിൻ്റെ ഒരു ബെനിഫിറ്റും കൂടി ഈ കമ്പനിക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. പിന്നെ ത്രെറ്റ്സ് എന്താണെന്ന് പറഞ്ഞാൽ വാല്യുവേഷൻ
റിസ്ക് ഹൈ ആണ്. ഓൾറെഡി പറഞ്ഞു PG റേഷ്യോ ഹൈ ആണ്, PE റേഷ്യോ ഹൈ ആണ്. അതുകൊണ്ട് തന്നെ വാല്യുവേഷൻ റിസ്ക് ഉണ്ട്. ഗ്ലോബൽ എക്കണോമിക് സ്ലോ ഡൗണോ കാര്യങ്ങൾ വരികയാണെങ്കിൽ അതും കമ്പനിയെ ബാധിക്കും. എക്സിക്യൂഷൻ ഡിലേ ഇൻ ന്യൂ പ്ലാൻസ്, പുതിയ പ്ലാനിൻ്റെ ഡിലേ വരികയാണെങ്കിൽ, എക്സിക്യൂഷൻ്റെ ഓപ്പറേഷണൽ ഡിലേ വരികയാണെങ്കിൽ അതും കമ്പനിയുടെ ഇപ്പോഴത്തെ വാല്യുവേഷനെ ബാധിക്കുകയും അത് വാല്യുവേഷൻ കറക്റ്റ് ചെയ്യാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. Summary: ASM Technology high growth company pivoting successfully to design-led DLM manufacturing. The fundamentals are strong, but the price is perfection. നമുക്ക് സ്ട്രോങ് ആണ് ഫണ്ടമെന്റൽസ് എല്ലാം, സ്റ്റിൽ പ്രൈസ് ഹൈ ആയതുകൊണ്ട് ന്യൂ ഇൻവെസ്റ്റേഴ്സ് ആണെങ്കിൽ വെയിറ്റ് ചെയ്യാനാണ് സജഷൻ. പൊതുവെ 95x പിയിലൊക്കെ സ്റ്റേ ചെയ്യുന്നത് വളരെ ഹൈ പി ആണ്. അപ്പോൾ മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു കറക്ഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. ഓരോ സപ്പോർട്ട് ലെവലിൽ ബൈ ഓൺ ഡിപ്സ് അല്ലെങ്കിൽ SIP മോഡലിൽ വാങ്ങിക്കുന്നതായിരിക്കും ഈ ഒരു സ്റ്റോക്കിനെ സംബന്ധിച്ച് നല്ലതായിരിക്കുക. പിന്നെ എക്സിസ്റ്റിംഗ് ഹോൾഡേഴ്സ് ആണെങ്കിൽ ഒരു സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യുക. നിങ്ങളുടെ ഒരു സ്റ്റോപ്പ് ലോസ് കണ്ടെത്തി 200 EMI അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്റ്റോപ്പ് ലോസ് കണ്ടെത്തി ആ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഹോൾഡ് ചെയ്യുക എന്നുള്ളതാണ് എക്സിസ്റ്റിംഗ് ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിട്ടുള്ള അഡ്വൈസ്. താങ്ക് യു ഫോർ സപ്പോർട്ട്. വളരെ എഫേർട്ട് എടുത്ത് ചെയ്യുന്ന വീഡിയോസാണ്. അപ്പോൾ അതിന് താങ്കളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. നിങ്ങളെ അറിയുന്നവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്കും കമൻറ്റും ചെയ്യുക. താങ്ക് യു ഫോർ സപ്പോർട്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.